ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചുരിദാർ കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഓപ്പണുള്ള ചുരിദാർ കട്ടിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു തുണി ഇതുപോലെ 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിൻ്റെ ഫസ്റ്റിൽ തന്നെ അതിൻ്റെ ലെങ്ത്താണ് അളക്കാൻ പോകുന്നത്. അപ്പോൾ എത്ര ലെങ്ത്താണ് നമുക്ക് ആവശ്യം അത് കൃത്യമായിട്ട് നമ്മൾ അളക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 45 അളവ് ലെങ്ത്തുള്ള ചുരിദാറാട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ അളന്നിട്ട് ഇവിടെ ഇങ്ങനെ 45 അളവിലാണെങ്കിൽ കുറച്ച് മടക്കി അടിക്കാനുള്ള ഒരു 2 ഇഞ്ച് കൂടി വിട്ടിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ നെക്കിൻ്റെ അവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഒരു 3.25 ഇഞ്ച് വിഡ്ത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നെക്ക്. പിന്നെ ഷോൾഡർ ഒരു 3.25 ഇഞ്ചോളം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൈക്കുഴിയുടെ അവിടെ ആയിട്ട് ഒരു അതിൻ്റെ ലെങ്ത്ത് ഒരു 6.5 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. 6.5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്കെയിൽ വെച്ച് ഒന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഹാം ഹോള് വരയ്ക്കുകയാണ് കേട്ടോ. ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇതുമാതിരി വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഷേപ്പിൻ്റെ ഇത് വരെ ഒരു 14 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ 21.5 ഇഞ്ച് സ്ലിറ്റിൻ്റെ അവിടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേപോലെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിടുന്നുണ്ട് രണ്ടും, ഷേപ്പിൻ്റെ അവിടെ സ്ലിറ്റിൻ്റെ അവിടെ. ഇനി നിങ്ങൾ ചെസ്റ്റ് വണ്ണം അല്ലെ ഷേപ്പിൻ്റെ വണ്ണം അതേപോലെ സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം എല്ലാതും എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു 36 സൈസ് വരുന്ന ചുരിദാറാണ് കേട്ടോ. അപ്പോൾ 36 വണ്ണം വരികയാണെങ്കിൽ നമ്മളത് ഒരു 4 ഇഞ്ച് കൂട്ടി 40 ആയിട്ടാണ് അളവെടുക്കേണ്ടത്. അപ്പോൾ 4 ഭാഗമാക്കിയത് കാരണം ഒരു 10 ഇഞ്ച് ഒരു ഭാഗം വരുന്നത് പോലെ നമുക്ക് അടയാളപ്പെടുത്താം. ചെസ്റ്റിൻ്റെ അവിടെ 10 ഇഞ്ച്. അതേപോലെ ഷേപ്പിൻ്റെ അവിടെ ആകുമ്പോൾ ഷേപ്പ് ഇതിലും ഒരു 30 ഇഞ്ചാട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് കൂട്ടിയാൽ മതി ഷേപ്പിൽ. അപ്പോൾ 30 3 33. അപ്പോൾ അതിൻ്റെ ഒരു 4 ഭാഗമാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഒരു 8.25 കയറ്റി എടുക്കുന്നുണ്ട്. നമ്മുടെ സ്ലിറ്റിൻ്റെ വണ്ണം 36 കേട്ടോ. അപ്പോൾ അതിൽ 3 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ അതിൻ്റെ 4 ഭാഗം എടുക്കുക. അങ്ങനെ ഒരു 9.25 ഇഞ്ചൊക്കെ ആയിട്ട് സ്ലിറ്റിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ വണ്ണം. ഇനി നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഈ അടയാളപ്പെടുത്തിയതിന് ഷേപ്പിൻ്റെ ഇതിലേക്ക് ഒരു ഇത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ സ്ലിറ്റിലേക്ക് ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ അടി വരെ കുറച്ചൊന്ന് ക്രോസ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ അടയാളപ്പെടുത്താം കേട്ടോ. ആ ഒരു ഷേപ്പ് കിട്ടാനാണ് ഇങ്ങനെ കുറച്ച് ചെരിച്ച് വെച്ചിട്ട് നമ്മൾ താഴെ വരെ അടയാളപ്പെടുത്താം. നമ്മൾ ഇതേപോലെ താഴത്ത് ബോട്ടത്തിൻ്റെ അവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്കിൻ്റെ അവിടെ ലെങ്ത്ത് ഒരു 6 ഇഞ്ചായിട്ട് എടുക്കുന്നത്. 6 ഇഞ്ച് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ ഒരു വരയ്ക്കുന്നുണ്ട് മുകളിൽ നിന്ന് താഴത്ത്. നമ്മൾ റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത് കേട്ടോ. ഫ്രണ്ടും ബാക്കും റൗണ്ട് നെക്കാണ്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഇതുപോലെ റൗണ്ടായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ബാക്ക് വരയ്ക്കും. ഒന്ന് ഇതേമാതിരി ഒന്ന് മേലത്തെ ഫ്രണ്ട് പാർട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഫ്രണ്ട് എടുത്ത അതേ അളവാണ് ഇവിടെ എടുക്കുന്നത് നമ്മൾ കേട്ടോ. 3.25 ഇഞ്ച്. പിന്നെ ലെങ്ത്ത് മാത്രമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ബാക്ക് ഒരു 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മൾ വരച്ച് ഇതേപോലെ വരച്ച് റൗണ്ട് നെക്കനെ വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വരച്ച് അടയാളപ്പെടുത്തി എല്ലാതും വെച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. മേലുള്ള പീസൊക്കെ ക്ലിയർ ആക്കണേ. ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ
ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് കൈക്കുഴിയുടെ കുറച്ച് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. ഇത്തിരി വരയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാറിയിട്ട് നമ്മൾ വെട്ടുന്നുണ്ട്. പിന്നെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യണേ. ഇതുമാതിരി നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് കുറച്ച് കുഴിച്ച് വെട്ടിയിട്ടും ബാക്ക് പാർട്ട് വരച്ച വരയിലോട്ടോ. ഇനി കുറച്ച് അടിക്കാനുള്ള കുറച്ച് തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വെട്ടുന്നത് കേട്ടോ. അങ്ങനെ താഴെ വരെ ആ ഒരു അളവിൽ കുറച്ച് തുമ്പ് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചോളം തുമ്പ് വിട്ടിട്ട് നമ്മൾ താഴെ വരെ വെട്ടിട്ടോ. താഴെ അതേപോലെ ക്ലിയർ ആക്കി കൊടുക്കുക. ലെങ്തിൻ്റെ അവിടെ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടോ. നമ്മൾ സ്ലിറ്റിൻ്റെ അവിടേക്ക് ഇതേപോലെ ഒരു കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ടൊരു ഇത് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ചുരിദാർ കട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം നമുക്ക്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബാക്കി തുണിയുടെ 4 മടക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 4 മടക്കാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മൾ ലെങ്ത്ത് അളന്നെടുക്കുകയാണ് കേട്ടോ. 14.5 ലെങ്ത്ത് എടുക്കണം. ഒരു 3/4 കൈയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ 14 ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മേലെന്ന് താഴത്ത് ഇങ്ങനെ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തും കേട്ടോ. ഇനി നമ്മൾ റിഗാളിൻ്റെ അവിടുത്തെ അളവാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 7.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതേപോലെ കർവ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഹോളിൻ്റെ അവിടെ ടച്ച് ചെയ്യാനുള്ളതാണ്. അതിങ്ങനെ ഇതേപോലെ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടത്തിൻ്റെ അവിടെ ഒരു 9.5 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് 4 ഭാഗമാക്കി നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മൾ 4.25 ഇഞ്ചോളം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. അങ്ങനെ വെച്ച് ക്രോസായി വരച്ചിട്ടുണ്ട്. ഇതുപോലെ അടിമടക്കിയടിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അവിടെ നല്ല കറക്റ്റായി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കുറച്ച് അടിക്കാനുള്ള തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തൊക്കെ കൃത്യ അളവിൽ മാർക്ക് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് തുമ്പ് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് ഒന്ന് കുഴിച്ച് വെട്ടണം. നമ്മൾ മറ്റേ ചുരിദാറിൻ്റെ ഇതിൽ വെട്ടിയ പോലെ ആ ഹാം ഹോളിൻ്റെ അവിടെ ഫ്രണ്ട് പാർട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ചും കൂടിയും വെട്ടണം കേട്ടോ. അപ്പം റെഡിയായി. ഇതുപോലെ കുറച്ച് കുഴിച്ച് വെട്ടിയിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.